السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وآله وصحبه وأتباعه وبارك عليه وسلم تسليما. സഹോദരന്മാരെ, സഹോദരികളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ സന്ദർഭത്തിൽ റബീഉൽ മാസം ഇവിടെ സമാഗതമായിരിക്കുകയാണ്. അതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഹിജ്റ വർഷത്തിൽ അറബി മാസങ്ങളുടെ കൂട്ടത്തിൽ മൂന്നാമത്തെ മാസമാണ് റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ പല സ്മരണകളും നമ്മൾ ഉണർത്തുന്നുണ്ട്. അതിൽ ഏതാണ് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായത്, അതിന് വല്ല പ്രാധാന്യമുണ്ടോ, ഈ കാര്യങ്ങളെല്ലാം ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടതുണ്ട്. പറയാൻ കാരണം, ലോകത്ത് മുസ്ലിം രാഷ്ട്രങ്ങൾ, മക്ക മദീന ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ, അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിൽ സമർപ്പിക്കുന്ന സലഫികളുടെ ഭരണ നിയന്ത്രണത്തിലുള്ള ചില അറബ് രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളല്ലാത്ത മറ്റു മുസ്ലിം രാജ്യങ്ങളെല്ലാം റബീഉൽ അവ്വൽ മാസത്തിൽ മൗലിദ് നബിദിനം എന്ന പേരിൽ ഒരാഘോഷം വളരെ ശക്തമായി ആഘോഷിക്കുന്നുണ്ട്. ഈ ആഘോഷത്തെപ്പറ്റി പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് ദീനിൽ കടന്നുകൂടിയ അനാചാരമാണെന്നും, അനാചാരമാണെങ്കിൽ തന്നെ അത് നല്ലതാണെന്നും, അതല്ല അത് മോശമാണ്, ചീത്തയാണ് എന്ന്, ഏകദേശം മതത്തിൽ കടന്നുകൂടിയ അനാചാരമാണ്, ബിദ്അത്താണ് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അത് നല്ലതാണോ, അതല്ല മോശമാണോ എന്ന കാര്യത്തിലാണ് പലരും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ ചില ചിന്ത നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. റബീഉൽ അവ്വൽ മാസത്തിൻ്റെ പ്രാധാന്യം പരിശുദ്ധ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതേപ്രകാരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തുകളിലും റബീഉൽ അവ്വൽ മാസത്തിൻ്റെ ഒരു പ്രാധാന്യം പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മാസത്തിനോ അതിലെ പ്രത്യേക ദിവസത്തിനോ യാതൊരു പ്രാധാന്യവുമില്ല എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഏറ്റവും പറയുന്ന പ്രാധാന്യം ഇപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നതാണ്. അതിൻ്റെ പേരിൽ നബിദിനം എന്ന പേരിൽ ഒരു ജന്മദിനം ആഘോഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ മാസത്തിലാണ് ജനിച്ചത് എന്ന ചരിത്രത്തിൽ രേഖപ്പെടുത്തി കിടക്കുന്നുണ്ട്. അതിലും എന്നാണ് ആ ജന്മ ദിവസം ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് റബീഉൽ അവ്വൽ മാസത്തിൽ 12-നാണ് ജനിച്ചത്, അതൊരു തിങ്കളാഴ്ചയായിരുന്നു എന്ന കാര്യത്തിലാണ് ബഹുഭൂരിപക്ഷവും. അതല്ല, റബീഉൽ അവ്വൽ 9-നാണെന്നും മറ്റും ചില അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. അഭിപ്രായ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളിടയിൽ, മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടയിൽ തന്നെ ഈ ആഘോഷ ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അത് മതം അംഗീകരിച്ച ഒരാഘോഷമല്ല എന്ന്. കാരണം മതം അംഗീകരിച്ച ആഘോഷം അത് എന്നാണ് എന്ന കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസം മുസ്ലിം പണ്ഡിതന്മാർക്കിടയിലില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 ആഘോഷമാണുള്ളത്. അത് രണ്ടും പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അതിനോട് ചുറ്റിപ്പറ്റിയുള്ള തരം. ഒന്ന് ഈദുൽ ഫിത്തറാണ്. അതായത് നമ്മൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രാധാന്യം, പരിശുദ്ധ ഖുർആൻ്റെ അവതരണം റമദാൻ മാസത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ 40-ാമത്തെ വയസ്സിൽ ഒരു റമദാനിലാണ് നബിക്ക് ആദ്യമായി അള്ളാഹുവിന് സന്ദേശം ലഭിക്കുന്നത്. അതുവരെ മുഹമ്മദാണ് അറബികൾക്ക് വിശ്വസ്തപ്പെട്ട ഒരു അമീനാണ്, ഒരു നല്ല മനുഷ്യനാണ്. പക്ഷേ നബിയല്ല, പ്രവാചകനല്ല. ഈ റമദാൻ മാസത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഴയ തൻ്റെ വിശ്വാസം ഇങ്ങനെ അനുസരിച്ച് അന്നത്തെ ചില ആരാധനാകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒഴിഞ്ഞു പോകാറുണ്ട്. അങ്ങനെ ഒഴിഞ്ഞു പോകുമ്പോൾ അങ്ങനെ ഗുഹയിൽ ഇരിക്കുന്ന സമയത്താണ് ജിബ്രീൽ എന്ന മലക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി കൊടുക്കുന്നത്. വഹി എന്താണെന്ന് നബിക്കെന്നറിയില്ല, വായിക്കാനോ എഴുതാനോ ആദ്യമേ പഠിച്ചിട്ടില്ല. അങ്ങനത്തെ പ്രവാചകന് സന്ദേശം കിട്ടിയപ്പോൾ ലഭിച്ചു. അത് റമദാൻ മാസത്തിലാണ്. ആ റമദാൻ മാസത്തിൽ പിന്നീട് റമദാനിൽ അള്ളാഹുവിന് സന്ദേശം ലഭിച്ച മാസമാണല്ലോ.
പ്രത്യേകിച്ച് ഈ സന്ദേശം അവതീർണമായ ഒരു രാത്രിയാണ്. ആ രാത്രി 1000 മാസത്തേക്കാൾ ഉത്തമമായ രാത്രിയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പിന്നീട് ഇറക്കിയ സൂറത്തിൽ ലൈലത്തുൽ ഖദർ എന്ന പേരിൽ തന്നെ ഒരു ചെറിയ അധ്യായമുണ്ട്, സൂറയുണ്ട്. അതിൽ പറയുന്നു ലൈലത്തുൽ ഖദർ ഖൈറുൻ മിൻ അൽഫി ശഹർ, അത് 1000 മാസങ്ങളേക്കാൾ ഉത്തമമാണ്. അത് റമദാനിലൊരു രാത്രിയാണ്. അത് റമദാനിലെ അവസാനത്തിൽ 10 അതിന് പ്രതീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അത് ആ രാത്രിയുടെ മഹത്വമാണ്. അപ്പോൾ ആ മാസത്തിനൊരു മഹത്വമുണ്ട്. ഈ മാസം, ഈ റമദാൻ മാസം വ്രതമനുഷ്ഠിച്ച് ആഘോഷിക്കാനാണ് പറഞ്ഞത്. അതായത് പരിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ എന്താണ് മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത്, പ്രവൃത്തി കൂടാത്ത എന്തൊക്കെ വിശ്വസിക്കണം, എന്തൊക്കെ അനുഷ്ഠിക്കണം, ഈ വക വിലക്കുകളെല്ലാം അടങ്ങിയ പ്രവാചകന്മാർക്ക് അവസാനത്തെ പ്രവാചകൻ ഇറങ്ങിയ അവസാനത്തെ വേദഗ്രന്ഥമാണ്. അതെന്ന് നിലനിൽക്കണം, ആ നിലക്ക് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആ മാസത്തിൽ ഈ കൽപ്പനകൾ അനുസരിക്കുവാൻ ഒരു പരിശീലനം, ഒരു പ്രചോദനവും ലഭിക്കുന്ന ഒന്നാണ് വ്രതാനുഷ്ഠാനം. കാരണം മനുഷ്യന് ദൈനംദിന ആവശ്യമുള്ള കാര്യങ്ങൾ, അത് ഭക്ഷ്യമായാലും ലൈംഗിക ആവശ്യമായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ മാസത്തിലെ പകൽ ദിവസങ്ങളിൽ, പല സമയങ്ങളിൽ അതിന് വിട്ടു നിൽക്കണം. അതാണ് വ്രതാനുഷ്ഠാനത്തിൻ്റെ, ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. പക്ഷെ അങ്ങനെ ആവുമ്പോൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്താനുള്ള പ്രചോദനവും പരിശീലനവും അതുകൊണ്ട് ലഭിക്കും. അതുകൊണ്ട് ഈ മാസത്തിൽ ആരെങ്കിലും നാട്ടിലുണ്ടെങ്കിൽ അവർ വ്രതമനുഷ്ഠിക്കണമെന്ന് ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് റമദാൻ മാസത്തിൻ്റെ പ്രാധാന്യം. അതിൻ്റെ ഈ പ്രത്യേക ദിവസത്തിന് 1000 മാസത്തേക്കാൾ ഉത്തമമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മാസത്തിൻ്റെ അവസാനം അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് വാഴ്ത്തിക്കൊണ്ട് തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങൾക്കിങ്ങനെ മാർഗ്ഗദർശനം നൽകിയല്ലോ, ആ അള്ളാഹുവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ തക്ബീർ ധ്വനിയോടുകൂടി അള്ളാഹു അക്ബർ എന്ന് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആഘോഷത്തോടുകൂടി ആഘോഷിക്കേണ്ട ഈദ്, അന്ന് നോമ്പ് നോൽക്കാൻ പാടില്ല, വ്രതാനുഷ്ഠാനം പാടില്ല. മാത്രമല്ല ആഘോഷിക്കുമ്പോൾ ആർക്കെങ്കിലും ആഘോഷിക്കാൻ പാവങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ അന്നത്തെ ആഘോഷ ദിവസത്തിൻ്റെ ആവശ്യങ്ങൾ കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ അതില്ലാത്തവർക്ക് ധർമ്മമായി കൊടുക്കണം. അതാണ് ഈദുൽ ഫിത്തർ എന്നാൽ സക്കാത്തുൽ ഫിത്തർ എന്ന് പറഞ്ഞ ആ ധർമ്മം. അപ്പോൾ ഈദുൽ ഫിത്തറിൽ ഇങ്ങനെ ഒരു ആഘോഷം, അതാണ് ഒന്നാമത്തത്. അത് ഷവ്വാൽ, റമദാൻ അവസാനിച്ച ഷവ്വാൽ മാസം 1 എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. രണ്ടാമത്തെ ആഘോഷം ഈദുൽ അദ്ഹയാണ്, അതായത് ബലിപെരുന്നാൾ ആഘോഷം. ഇതാണ് മുസ്ലിങ്ങൾക്ക് രണ്ടാമത്തെ 2 ആഘോഷമാണുള്ളത്. ആ ബലിപെരുന്നാൾ ആഘോഷം ദുൽഹജ്ജ് 10 എന്ന കാര്യത്തിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. എന്നാൽ ആ ആഘോഷത്തിൽ ചരിത്രപരമായ പല പ്രാധാന്യങ്ങളുണ്ട്. അതോടുകൂടി തന്നെ ഏറ്റവും വളരെ പ്രാധാന്യം, ഒരിക്കൽ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഒരു ജൂതൻ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ വേദഗ്രന്ഥത്തിൽ ഒരു സൂക്തമുണ്ട്, അത് ഞങ്ങളുടെ വേദഗ്രന്ഥത്തിലാണെങ്കിൽ അത് ഞങ്ങൾ എന്നും ഓർക്കുന്ന ഒരാഘോഷമായി അതിനെ ആഘോഷിക്കുമായിരുന്നു എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏതാണ് നീ ഉദ്ദേശിക്കുന്നത്? അവിടെ അദ്ദേഹം ഓതിക്കൊടുത്ത സൂക്തം ഇങ്ങനെയാണ്: അല്ലഹുമ്മ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങളുടെ മതം ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അതായത് മതത്തിൻ്റെ നിയമങ്ങൾ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഇസ്ലാം വളരെയധികം ത്യാഗത്തോടു കൂടിയാണ് ആരംഭിച്ചിട്ടുള്ളത്. അതൽ ഇസ്ലാം ഗരീബ വസയഊദു ഗരീബ വതൂബ ലിൽ ഗുറബാ. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാം നിസ്സഹായ അവസ്ഥയിലാണ് അതിൻ്റെ ആരംഭം. അതായത് ഓരോ പ്രവാചകൻ്റെ കാലഘട്ടത്തിനും അങ്ങനെ തന്നെയാണ്. അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലും ഇസ്ലാമിൻ്റെ പ്രഭവം തുടങ്ങുന്നത് ഏതാനും വ്യക്തികൾ മാത്രം ആണ് അത് ഉൾക്കൊള്ളുന്നത്. അങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയിൽ ആരുമാരുമില്ലാതെ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വന്നു. ആ വന്നത് 23 കൊല്ലം കൊണ്ട് പൂർത്തിയായി. അതിനിടയിൽ 13 കൊല്ലം മക്കയിൽ ജീവിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജന്മ മക്കയിലായിരുന്ന നബിയുടെ ജന്മം, അതാണ് നബിയുടെ ജന്മം. നമ്മൾ മൗലിദ് എന്ന് പറയുമ്പോൾ ഈ മൗലിദ് എന്നുള്ള വാക്ക് എന്ന് പറയാറുണ്ട്, നബിദിനം എന്നൊക്കെയാണ് പറയാറുള്ളത്. മൗലിദ് എന്ന് പറഞ്ഞാൽ 2 അർത്ഥമാണുള്ളത്. ഒന്ന് ജനിച്ച സ്ഥലം, മറ്റൊന്ന് ജനിച്ച സമയം എന്നതാണ്, അതായത് ജനിച്ച ദിവസം. എന്നാൽ മക്കയിലാണ് ജനിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നീട് അത് മക്കയിൽ റബീഉൽ അവ്വൽ മാസത്തിലാണ് എന്ന കാര്യത്തിൽ ഏകദേശം ചരിത്രകാരന്മാർ ഏകാഭിപ്രായത്തിലാണ്. പക്ഷെ അത് 9-നാണോ 12-നാണോ, ഭൂരിപക്ഷം 12-നാണ് എന്നാണ്. അപ്പോൾ ആ 12-നാണ് ഇന്ന് നബിദിനം എന്ന പേരിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്.
ഇങ്ങനെ ഒരു ഇല്ലാത്തൊരാഘോഷം അതിൽ ഇസ്ലാം പരിപൂർണമാണ് എന്ന് പറഞ്ഞല്ലോ. ആ നബിൻ്റെ കാലത്ത് പരിപൂർണമായി അത് സൂക്തം ഇറങ്ങിയല്ലോ. പക്ഷെ ആ പരിപൂർണ കൊല്ലത്തിലും അവിടെ അതിൻ്റെ മുമ്പ് ഈ ഇസ്ലാം പരിപൂർണമാകുന്ന ആ കാലം വരെയും ഇങ്ങനെ നബിയുടെ ജന്മദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചിട്ടില്ല. സഹാബികളാരെങ്കിലും ഒരു ജന്മദിനം ആഘോഷിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ടില്ല. നബിദിനം എന്നതിന് പേര് അവരാരും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത് പിന്നീട് കടന്നുകൂടിയ ഒരു പുത്തൻ ആഘോഷമാണ് എന്ന കാര്യത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ അത് നല്ലതാണോ? ചില കാര്യത്തിൽ അതുകൊണ്ട് കുറേ നന്മകളുണ്ട്. കാരണം നബിയുടെ ചരിത്രങ്ങൾ കുറേ പറയാറുണ്ട്, അത് ദാനധർമ്മങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ വേറെയും ചില കാര്യങ്ങൾ ചിലർക്ക് ഭൗതികമായ താല്പര്യങ്ങളും നേട്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ നല്ലത് എന്നൊരു പുതിയ ആചാരത്തെപ്പറ്റി പറയണമെങ്കിൽ പരലോകത്ത് നല്ലത് എന്നുള്ളത് ആർക്കും നബിൻ്റെ ശേഷം പറയാൻ കഴിയില്ല. കാരണം പരലോകത്ത് നല്ലതാണ് ഏതാണ് എങ്കിൽ വഹി മുഖേന ലഭിക്കണം. പക്ഷെ വഹി നിന്നതിന് ശേഷം ഉണ്ടായ ഒരു ആചാരമാണെങ്കിൽ അത് പരലോകത്തിന് നന്മയുണ്ട് എന്ന് പറയാൻ പിന്നെ ആർക്കും സാധ്യമല്ലല്ലോ. കാരണം ആർക്കും ഇങ്ങനെ വഹി പരലോകത്തെ കാര്യം വിവരം കിട്ടുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരലോകത്ത് അതിന് ഗുണമുണ്ട്, നന്മയുണ്ട് എന്ന് ആർക്കും അതിന് പറയാൻ കഴിയില്ല. പിന്നെ ഭൗതികമായ കാര്യങ്ങളിൽ ചിലർക്ക് അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളിലോ അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യത്തിലോ അങ്ങനത്തെ എന്തെങ്കിലും നാട്ടങ്ങളുണ്ട്, അതുകൊണ്ടായിരിക്കണം അവർ നന്മയുണ്ട്, നല്ലതാണെന്ന് പറയുന്നത്. നമ്മൾ അന്നത്തെ കാലത്ത് ഇല്ലാത്ത പുതിയത് പലതും നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടല്ലോ. ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, നമ്മൾ മൈക്ക് ഉപയോഗിക്കണമെന്നില്ല. പക്ഷെ അതൊക്കെ ഇവിടുത്തെ നന്മ നോക്കിയിട്ട് നമുക്ക് ഗുണകരമായി വരുന്നു എന്ന കാരണത്താൽ നല്ല പുതിയ കണ്ടുപിടുത്തമാണ് എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ ഇങ്ങനെ ചിലർക്ക് അതുകൊണ്ട് നേട്ടമുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് നേട്ടമുണ്ടാകുന്നവരാണ് അത് നല്ലതാണ് എന്ന് പറയുന്നത്. പൊതുവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മതത്തിൻ്റെ ആഘോഷമായി ആ മാറുന്നത് പ്രവാചകനെ ഇകഴ്ത്തലാണ്, പുകഴ്ത്തലല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ജനനം എന്നുള്ളത് ഒരു പ്രവാചകൻ്റെ പ്രത്യേകതയല്ല, എല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ജനനത്തിന് പ്രത്യേകത ആരും കൽപ്പിച്ച് മുഹമ്മദ് നബിയുടെ ജന്മം നൽകിയിട്ടില്ല. പിന്നെ പ്രവാചകന്മാരുടെ ജന്മത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞ ഒരാളുടെ ജന്മം അത് ഈസാ നബി യേശു ക്രിസ്തുവിൻ്റെയാണ്. അതൊരു അസാധാരണ ജന്മമാണ്. ആ ജന്നത്തെപ്പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആഘോഷിക്കണമെന്നല്ല, ആ ജന്നത്തെ സംബന്ധിച്ച് യേശുവിൻ്റെ ജന്നത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ യേശു ജന്മം നൽകിയത് യേശുവിൻ്റെ മാതാവിനെ പറ്റി വളരെയധികം പ്രാധാന്യത്തോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ അനുയായികളാണ് ഇന്നറിയപ്പെടുന്ന ക്രിസ്ത്യാനികൾ. അവർ യേശുവിൻ്റെ ജന്മദിനം വളരെ ശക്തമായി ക്രിസ്മസ് എന്ന പേരിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ആ ആഘോഷം ലോകത്ത് എല്ലായിടത്തും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. പക്ഷെ അത് എന്നാണെന്ന കാര്യത്തിൽ ക്രിസ്ത്യാനികളിൽ അഭിപ്രായ വ്യത്യാസമില്ല. അത് എല്ലാവരും ഒരേ ദിവസമാണ്. അതിന് ചരിത്രമായി തർക്കവുമില്ല. മാത്രമല്ല അതിൻ്റെ പ്രത്യേകതയായി അന്ന് മുതൽ യേശുവിൻ്റെ ജന്മം മുതൽ അവർ കൊല്ലം കണക്കാക്കി വരുന്നു. യേശുവിൻ്റെ ശേഷം, യേശുവിൻ്റെ മുമ്പ് എന്ന് കണക്കാക്കി ക്രിസ്താബ്ദം എന്നൊക്കെ പറഞ്ഞ് ക്രിസ്തു വർഷം അങ്ങനെയാണ് കണക്കാക്കി വരുന്നത്. എന്നാൽ മുഹമ്മദ് നബിൻ്റെ അനുയായികൾ മുഹമ്മദിയർ എന്ന നിലയ്ക്ക് പറയുകയോ മുഹമ്മദ് നബിയുടെ ജന്മത്തെ സംബന്ധിച്ച് ആ വർഷം എണ്ണി തുടങ്ങുകയോ ചെയ്തിട്ടില്ല. കാരണം അതിൻ്റെ പ്രാധാന്യം അവർ കൽപ്പിച്ചിട്ടില്ല എന്നതാണ്. മാത്രമല്ല കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി കാലഘട്ടത്തിന് ശേഷം നബിയുടെ മരണം അതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളത്. അത് എന്തുകൊണ്ടും അങ്ങനെ ദുഃഖകരമായി? മറ്റേ ജനനത്തിനോട് സന്തോഷമില്ലെങ്കിൽ മരണം കൊണ്ടത്തെ ദുഃഖമായി കാരണം ജനിച്ചപ്പോൾ പ്രവാചകന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആയിരുന്നില്ല, ഒരു മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യനാണ്. ആ നിലയ്ക്ക് തന്നെ പിന്നീട് നല്ല അമീൻ എന്ന പേരോടുകൂടി വിശ്വസ്തൻ നിലയ്ക്ക് വന്നു. പിന്നീട് വഹി കിട്ടിയപ്പോൾ അന്ന് മുതൽ നബിയായി. പക്ഷെ അതൊരു നബിദിനം എന്ന പേരിലൊന്നും അറിയപ്പെട്ടില്ലെങ്കിൽ മാസത്തിൻ്റെ മഹത്വം ഞാൻ പറഞ്ഞുവല്ലോ. അതേ പ്രകാരം പ്രവാചകൻ വഫാത്തായി, ഏകാഗവാസം വന്നു. അതും ഈ റബീഉൽ മാസത്തിൽ തന്നെയാണ്, അതും ഒരു തിങ്കളാഴ്ച തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം കൊണ്ട് എന്തെങ്കിലും മഹത്വമുണ്ടെങ്കിൽ അത് ജന്മം കൊണ്ടാണ് ആ മഹത്വം ലഭിച്ചതെങ്കിൽ മരണം കൊണ്ട് ആ മഹത്വം പോവുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ആഘോഷം വേണ്ട എന്ന് അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടായിരിക്കണം ജനിച്ച മാസത്തിലും ജനിച്ച ദിവസത്തിൽ തന്നെ നബിയുടെ മരണവും നിശ്ചയിച്ചത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. എന്നാൽ ഈ വഫാത്തായതിനെ സംബന്ധിച്ച് സഹാബികളിൽ പലപ്പോഴും ചിന്തയുണ്ടാവാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ സഹാബത്തിൻ്റെ ഇടയിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ഉമ്മയ്മൻ റളിയല്ലാഹു അൻഹ അവർ നബിയോട് വളരെ അടുത്ത്, നബിയുടെ ഒരു പോറ്റുമ്മ എന്ന പോലത്തിൽ വളരെ അടുത്ത് പെരുമാറുന്ന ഒരു വനിതയാണ് നബിയുടെ വഫാത്തിൻ്റെ ശേഷം. കാരണം ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഇവരുടെ അടുത്ത് വൈകികളോട് സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്.
പലപ്പോഴും സന്ദർശിക്കാറുണ്ട്. നബി വഫാത്തായതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാം കൂടി ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമ്മൾ ഉമ്മൈമൻ ഒന്ന് പോയി കാണാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും കാണാൻ പോയിരുന്നതല്ലേ, അപ്പം നബി ഇല്ലല്ലോ, നബി ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്കൊന്ന് പോയി കാണാം എന്ന് പറഞ്ഞ് കാണാൻ ചെന്നപ്പോൾ ഉമ്മൈമ റളിയല്ലാഹു അൻഹ അവർ വളരെയധികം സങ്കടത്തോടുകൂടി ആണ് അവരെ അഭിമുഖീകരിച്ചത്. നബിനെപ്പറ്റി ഓർത്തിട്ട് അത്രയും സങ്കടം വന്നു. അവർ ചോദിച്ചു, അല്ല എന്തിനാണ് നിങ്ങൾക്കറിയുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിന് ഈ ലോകത്തേക്കാൾ സുഖമാണ് പരലോകത്തേക്ക് നിങ്ങൾക്കറിയില്ലേ, പിന്നെ എന്തിനാണ് നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്, എന്തിനാ കരയേണ്ട ആവശ്യം? അപ്പോൾ അവർ പറഞ്ഞ വാക്കം അത് ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞത്, ഞാൻ കരയുന്നത് കൊണ്ടല്ല, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നബിയുടെ കാലത്ത് ഓരോ സന്ദർഭത്തിനും വേണ്ട വഹി അള്ളാഹു ലഭിച്ചു വരുന്നല്ലോ, ഇനി വഹി നിന്നു പോയല്ലോ, വഹി മുറിഞ്ഞല്ലോ, ഇനി വഹിയില്ലല്ലോ, അതിലാണ് എനിക്ക് സങ്കടം. മരണം എല്ലാവർക്കും ഉള്ളതാണ്, ജനിച്ചവരെല്ലാം മരിക്കും. പക്ഷേ നബിയുടെ മരണത്തോടുകൂടി ഇനി ആകാശത്ത് നിന്ന് വഹി വരുന്നിരിക്കുന്നല്ലോ, അതിലാണ് എൻ്റെ സങ്കടം. അപ്പോൾ എല്ലാവരും കൂട്ടക്കരച്ചിലായി. വാസ്തവത്തിൽ അങ്ങനെ ഒന്ന് ആലോചിക്കുമ്പോൾ ദുഃഖമാണ് കൂടുതൽ വരുന്നത്, ദുഃഖമാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ റബീഉൽ അവ്വൽ മാസത്തിൽ ഈ ദിവസം വരാണെങ്കിൽ സന്തോഷമല്ല, ദുഃഖമാണല്ലോ ഉണ്ടാവുക. അങ്ങനെ ഉള്ളവർക്ക്, നബിയോട് താല്പര്യമുള്ളവർക്ക് ദുഃഖമാണ് ഉണ്ടാവുക. പക്ഷേ ഇന്ന് ആ കാര്യം വിസ്മരിച്ചു പോയിരിക്കുന്നു. നബിയുടെ ജന്മമാണ് എടുത്ത് പറയുന്നത്. പക്ഷേ എടുത്ത് പറയാൻ ഇതൊക്കെ പറയുമ്പോൾ ലോകത്തെ വലിയ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണെന്ന് പറയുന്ന നബിൻ്റെ അനുയായികളാണെന്ന് പറയുന്നവരെന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ നബിയുടെ ജന്മനാട്ടിൽ ജനിച്ച നാട് കൊള്ളുന്ന മക്ക, നബി വഫാത്തായ മദീന, ഇതൊക്കെ കൊള്ളുന്ന ആ നാട്ടിൽ അങ്ങനെ ആഘോഷമില്ല. അവരതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. നബിദിനം എന്ന് നബി ജനിച്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട അത്തരം ആശയങ്ങളുള്ള ചില രാഷ്ട്രങ്ങളുണ്ട്, മുസ്ലിം രാഷ്ട്രങ്ങൾ, അവരും ആഘോഷിക്കുന്നില്ല. എന്നിരുന്നാലും മുസ്ലിം രാഷ്ട്രങ്ങളും അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാൻ, ഇന്ത്യ, അങ്ങനെയുള്ള പല നാടുകളിലും. അതിനൊരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്ന് നമുക്ക് തിരിച്ചറിയാനുള്ളത് മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു എന്ന് തന്നെയാണ്. കാരണം ഈ ആഘോഷത്തിനിടയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക സന്ദേശം അതാണ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു എന്ന്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇങ്ങനെ ആഘോഷിക്കുക എന്നുള്ളത് അത് മറ്റ് മതസ്ഥർ ചെയ്തിരുന്ന, ക്രിസ്ത്യാനികൾ ചെയ്തിരുന്നതാണല്ലോ. അതുപോലെ തന്നെ നബി കാണിച്ചു കൊടുക്കാത്തതാണല്ലോ, നബിയുടെ സഹാബത്തും കാണിച്ചു കൊടുക്കാത്തതാണല്ലോ. പക്ഷേ നബിയുടെ ഒരു പ്രയോജനമുണ്ട്. ഇസ്ലാം ആരംഭിച്ചത് വളരെ ഒറ്റപ്പെട്ടുകൊണ്ടാണ്. അതങ്ങനെ തന്നെ മടങ്ങിപ്പോവുകയും ചെയ്യും. അത് ബദൽ ഇസ്ലാം ഗരീബ വസയഊദു കമാ ബദഅ. അത് തുടങ്ങിയതുപോലെ തന്നെ ഒരു അധികം ആളില്ലാതെ ഒരു ന്യൂനപക്ഷമായി തന്നെ അങ്ങനെ എത്തും. ഫതൂബ ലിൽ ഖുറബാ. അന്നത്തെ നിസ്സഹായരായ ഈ ന്യൂനപക്ഷമായ ആ നബിൻ്റെ അനുയായികൾക്കായിരിക്കും വിജയം. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്കാണ് മംഗളം. അവരുടെ സ്വഭാവം എന്താണ്? ചെറിയൊരു വിഭാഗമാണ്, ന്യൂനപക്ഷമാണ് അവർ, മഹാഭൂരിപക്ഷമല്ല. അവർ അള്ളാഹുവിൻ്റെ ദീനിൽ എന്തെല്ലാം കടന്നുകൂടിയിട്ടുണ്ടോ അത് യുസ്ലിഹുന മാ അഫ്സദന്നാസ്, ജനങ്ങൾ അത് നാശാക്കിയത് അത് അവർ നന്നാക്കി തീർക്കും. ഇങ്ങനൊരു സ്വഭാവം അവർക്കുണ്ട്. അതാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ഈ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണെന്ന് പറയുന്നവർ അവരിതിങ്ങനെ ആയപ്പോൾ അത് നന്നാക്കി തീർക്കുന്ന ഒരു ചെറിയ വിഭാഗം വരുന്നുണ്ടാകും. അതിൽ പെടാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനത്തെ നബിൻ്റെ അനുയായികളുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം. അതിൽ നിന്നും ഞാൻ ഒന്നും കൂടി പറയട്ടെ. മറ്റൊന്ന്, ഈ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനം വേറെയുമുണ്ട്. കാരണം നബിയുടെ ഏതൊരു കാര്യത്തിലും ഇസ്ലാം അല്ലെങ്കിൽ ഈമാൻ, രണ്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വിശ്വാസം, അതല്ലെങ്കിൽ അള്ളാഹുവിനനുസരിക്കുക എന്നുള്ള ഇസ്ലാം, അത് അള്ളാഹ് മദീനയിലേക്ക് മടങ്ങിച്ചെല്ലും. അവസാനം മദീന നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് അത് മടങ്ങി, അവിടെയായിരിക്കും അതുണ്ടാവുക. ഏതുപോലെ ഒരു പാമ്പ് അതിൻ്റെ മാളത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് പോലെ പാമ്പ് മടയിൽ നിന്ന് പുറത്ത് വന്ന് ആ മടയിലേക്ക് മടങ്ങിപ്പോകുന്നവരല്ലോ. അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രചരിച്ച് അവസാനം അവിടെ തന്നെ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എവിടെയാണ്? ആ സ്ഥലത്താണ്. ഇസ്ലാമിൻ്റെ തനിമ എവിടെ തന്നെയിരിക്കുന്നോ, ഇസ്ലാം എവിടെ നിന്നാണ് തുടങ്ങിയത്, ആ തുടങ്ങിയ സ്ഥലത്ത് തന്നെ. അതെവിടെയാണ് ആദ്യം വ്യാപിക്കാൻ തുടങ്ങിയത്, അത് തന്നെ. അത് അന്ന് ചെറിയ ആളുകളല്ല. അതുപോലെ തന്നെ ലോകത്തിൻ്റെ മഹാഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ആ ഭൂരിപക്ഷം ആയിരിക്കില്ല, അത് ന്യൂനപക്ഷമാണ്. അതെങ്ങനെ തുടങ്ങിയോ അത് അതുപോലെ തന്നെ ഇപ്പോഴും തന്നെ നിങ്ങൾ നോക്കായിരുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തിൽ മുസ്ലിങ്ങളാണെന്ന് പറയുമ്പോൾ വളരെ ഈ ആഘോഷിച്ച് വളരെയധികം ഉത്സാഹത്തോടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബിയുടെ ജന്മനാട്ടിൽ അതില്ലല്ലോ. അതുകൊണ്ട് തന്നെ നബിയുടെ ആ പ്രവചനം സാക്ഷാത്കരിച്ചിരിക്കുന്നു.
അതുകൊണ്ട് മുഹമ്മദ് നബി അള്ളാഹു റസൂലാണെന്നാണ് അത് അറിയിച്ചു തരുന്നത്. അത് മാത്രമല്ല, ഒന്നും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്നക്കും ലതത്തബിഉന സുനന മൻ കാന ഖബലക്കും ശിബ്റൻ ബിശിബ്രിൻ ദിറാഅൻ ബിദിറാഅ ഹത്താ ലൗ ദഖലൂ ലജുഹറ റബ്ബിൻ ലദഖൽതുമൂഹു. നിങ്ങൾ പൂർവിക സമുദായത്തെ ചാണായും മുഴമായും അനുകരിക്കും. അവരുടെ ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും അതേ ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിക്കും. ഇത് കേട്ടപ്പോൾ ആരാണ് ഈ പൂർവിക സമുദായം എന്ന് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു റസൂലിനോട് ചോദിച്ചു, ആരാണ് നബി? അൽ യഹൂദ വൻ നസാറ റസൂലുള്ളാഹ്, ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണോ? നബി ചോദിച്ചു, പിന്നെ അല്ലാണ്ട് ആരാണ്? വേറെ റിപ്പോർട്ടിൽ വന്ന് പേർഷ്യക്കാരും റോമക്കാരുമാണോ? അവരല്ലേ ഈ സമുദായത്തിലെ സജീവ സമൂഹം, അന്നത്തെ വലിയ രാഷ്ട്രങ്ങളതല്ലേ? അപ്പോൾ അവരുടെ ഈ അതേ കാൽപ്പാടുകൾ പിന്തുടരും. ചാണായും മുഴമായും അനുകരിക്കുന്ന ഒരു കാലഘട്ടം മുസ്ലിമീങ്ങളിലേക്ക് കടന്നു വരും എന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയതാണല്ലോ. ആ പ്രവചനം ഇതാ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒന്ന് നമുക്ക് മനസ്സിലാക്കാം, മുസ്ലിങ്ങളാണെന്ന് പറയുന്നവർ ഈ പുതിയായ വന്ന അനാചാരം എന്ന് തന്നെ പറയട്ടെ, അത് ഇത്രയും വളരെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുമ്പോൾ ആ ആഘോഷത്തോടു കൂടി നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പ്രവാചകൻ്റെ പ്രവചനം സാക്ഷാത്കരിക്കുന്നതാണ്. അതായത് ക്രിസ്ത്യാനികൾ ജൂതന്മാർ എന്തൊക്കെ ചെയ്തോ അതുപോലെ തന്നെ അവരുടെ ചാണായും മുഴമായും അനുകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്നു. ഇത് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രവചനത്തിൻ്റെ സാക്ഷാത്കാരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മാത്രമല്ല, ഇനി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയിരിക്കുന്നത്? നബി ഒരിക്കൽ പറഞ്ഞു, ലാ തത്റൂനി കമാ തറത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. നിങ്ങളെ അമിതമായി പുകഴ്ത്തരുത്. പുകഴ്ത്താൻ നല്ലതുള്ളതുമൊക്കെ പറയാൻ നബിൻ്റെ മദ്ഹ് പറയാം, അതൊക്കെ ശരിയാണ്. പക്ഷെ അമിതമായി നിങ്ങൾ ഒരിക്കലും എന്നെ പുകഴ്ത്തരുത്. ഏതുപോലെ ക്രിസ്ത്യാനികൾ യേശുവിനെ ഈസാ നബിയെ പുകഴ്ത്തിയ പോലെ അമിതമായി നിങ്ങൾ എന്നെ പുകഴ്ത്തരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞത്, അത് ചെയ്യരുതെന്ന് പറഞ്ഞ അതേ ചാണായും ഇപ്പോൾ അനുകരിച്ചുകൊണ്ടിരിക്കുന്നു. നബിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്, നബിനെ മദ്ഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നബിക്ക് മദ്ഹ് ചെയ്താൽ നബി നമുക്ക് എത്ര പറയാം? ഇമാം ബൂസരി നബിനെ മദ്ഹായിട്ട് ഒരു പദ്യസംഹിത എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഒരു കവി എന്ന നിലക്ക് പലതും ഒരു കവിയുടെ ഭാവന അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഭാവനയെല്ലാം അദ്ദേഹം പറഞ്ഞു. പക്ഷേ അദ്ദേഹം ആ പറഞ്ഞ കൂട്ടത്തിൽ എന്ന് പറഞ്ഞു, നസാറാഫി നബീഹിം നസാറ ഫി നബീഹിം, ക്രിസ്ത്യാനികൾ അവരുടെ പ്രവാചകനെ അമിതമായി പുകഴ്ത്തിയതുപോലെ നിങ്ങൾ ഒരിക്കലും നബിനെ പുകഴ്ത്തരുത്, നിങ്ങൾ ഉപേക്ഷിക്കണം. അതാണ് ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയ പോലെ മുഹമ്മദ് നബിയെ നിങ്ങൾ പുകഴ്ത്തരുതേ, ഇത് നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഇമാം ബൂസരി ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെപ്പറ്റി എല്ലാ പുകഴയും പറഞ്ഞാൽ അവസാനം പറഞ്ഞു, ഫമബ്ലഗുൽ ഇൽമി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അദ്ദേഹത്തെപ്പറ്റി നമ്മൾ നബിനെപ്പറ്റി ആകമാനങ്ങൾ എടുത്ത് നോക്കിയാൽ ആകമാനമുള്ള അറിവ് അദ്ദേഹം ഒരു മനുഷ്യനാകുന്നു, നല്ലൊരു മനുഷ്യൻ. അതോടുകൂടി തന്നെ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, സൃഷ്ടികളുടെ വെച്ച് ഏറ്റവും ഉത്തമനായ ഒരു സൃഷ്ടിയായിരുന്നു അദ്ദേഹം. അവർ നല്ല മനുഷ്യനാണ്. ഈ മനുഷ്യൻ അതിൻ്റെ അപ്പുറത്ത് മുഹമ്മദ് നബിക്ക് മനുഷ്യ കഴിവിൻ്റെ അപ്പുറം ഒരു കഴിവ് നബിക്കുണ്ട് എന്ന് നബി ഞങ്ങൾ പുകഴ്ത്തി പറയരുത് എന്നാണ്. അവൻ നബിയുടെ കൈക്കലായി ദൃഷ്ടാന്തങ്ങൾ പലതും മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത സംഭവിച്ചിട്ടുണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ തന്നെ വലിയൊരു ദൃഷ്ടാന്തമാണ്. അതുകൊണ്ടാണ് ഈ ഖുർആനെ സംബന്ധിച്ച് മദ്ഹ് പറഞ്ഞപ്പോൾ ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠതയാണ്. നബിനെ നിയോഗിച്ച അതുതന്നെ വലിയൊരു കാരുണ്യമാണ്. ഖുർആൻ പറഞ്ഞ നബിനെ പറ്റി, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് ആകമാനം കാരുണ്യമായിട്ടല്ലാതെ നിങ്ങളെ നാം നിയോഗിച്ചിട്ടില്ല. നബിയെ നിയോഗിക്കുന്നത് വഹി കൊണ്ടാണ്, ജന്മം കൊണ്ടല്ല. ജന്മം എന്നല്ല പറഞ്ഞത്. നിങ്ങൾ അർസൽനാക, നിങ്ങളെ അള്ളാഹുവിൻ്റെ ദൂതനെ പറഞ്ഞയച്ച് നിയോഗിച്ചത് ഈ ലോകത്തിനാകമാനം കാരുണ്യത്തിന് വേണ്ടിയാണ്. അവൻ നബി റസൂലായതിനാണ് പ്രാധാന്യം, ജനിച്ചതിനാണ് പ്രാധാന്യം കൊടുത്തില്ല. നബി അർസൽനാക്കില്ല റഹ്മത്തൻ ലിൽ ആലമീൻ എന്നാണ് പറഞ്ഞത്. അതേ പ്രകാരം തന്നെയാണ് ഈ ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞ ഖുർആനുമാവു ഷിഫാ റഹ്മ. ഈ ഖുർആൻ ഇറങ്ങുന്നത് എല്ലാ മനുഷ്യൻ്റെ മാനസികമായ എല്ലാ രോഗങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ശമനമാണ്. അവിശ്വാസത്തിന്, കാപട്യത്തിന്, അന്ധവിശ്വാസങ്ങൾക്ക്, എല്ലാത്തിനും ശമനമാണ്. അത് കാരുണ്യം, മുഅ്മിനീങ്ങൾക്കൊരു കാരുണ്യമാണ്. അതാണ്. അപ്പോൾ ആ നിലയ്ക്ക് പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അവതരണത്തെ സംബന്ധിച്ച് പറഞ്ഞതാണ് ഇതെല്ലാം. പക്ഷെ അതൊക്കെ ഇപ്പോൾ പറയുന്നത്
നബി ജനിച്ച ദിവസത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആക്കുകയാണ്. കാരണം അതാണ് ക്രിസ്ത്യാനികളൊക്കെ ചെയ്ത് ഓരോന്നും ഇല്ലാത്ത കടത്തിക്കൂട്ടിയിട്ട് പുതിയതിനെ കൊണ്ടുവരിക. അത് ക്രിസ്ത്യാനികളുടെ പണിയാണ്. അവരുടെ പണി തന്നെയാണ് ഇന്ന് ഈ മുസ്ലിമുകളാണെന്ന് പറയുന്നവർ ചാണായും മുഴമായും ഇത് അനുകരിച്ചുകൊണ്ടിരിക്കുന്നു. മൗലിദ് എന്നുള്ള പേര് തന്നെ ശരിക്ക് ജനിച്ച സ്ഥലത്തിനും അല്ലെങ്കിൽ ജനിച്ച ദിവസത്തിനാണെന്ന് പറയുന്നത്. പക്ഷെ നബിയായിട്ട് ജനിച്ചിട്ടില്ലല്ലോ. നബി വഹി കിട്ടിയപ്പോഴാണ് അത് അതിലേക്ക് തന്നെ ചേർത്ത് വെച്ചാണ് ഇപ്പോൾ അവരുടെ പെരുമാറുന്നത്. എന്നിട്ട് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്ത്യാനികൾ പറയുന്നത് പോലെ, ക്രിസ്ത്യാനികൾ പറഞ്ഞത് യേശു മനുഷ്യവർഗത്തിന് മോക്ഷം നൽകാൻ വേണ്ടി അള്ളാഹു ദൈവപുത്രനായി അവതീർണമായതാണ്. ദൈവത്തിൻ്റെ പുത്രനായിട്ട് അവതീർണമായി എല്ലാവരുടെയും പാപഭാരം ലഭിച്ച എന്നിട്ട് അവസാനം എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി നബി അതിൻ്റെ പാപഭാരം ഏറ്റെടുത്ത് നബി കുരിശിലേറി എന്നാണ് കെട്ടുകഥയാണ്. പരിശുദ്ധ ഖുർആൻ അതിനെതിരാണ്. കാരണം നബിയെ ക്രൂശിച്ചിട്ടില്ല, ഈസാ നബിയെ ക്രൂശിച്ചിട്ടില്ല, കൊന്നിട്ടുമില്ല. അതൊക്കെ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. പക്ഷെ എന്നാലും ഇല്ലാത്തത് അവരങ്ങനെ നബി ക്രൂശിക്കപ്പെട്ടത് നബി ശരിക്കും അതൊരു മോക്ഷത്തിന് വേണ്ടി അത് നബി സ്വന്തം കുരിശിലേറിയതാണ് എന്നതൊക്കെ പോലെയാണ് അവർ പറഞ്ഞു നടക്കുന്നത്. മോക്ഷം നൽകുന്നത് അപ്പോൾ യേശുവാണ് മോക്ഷം നൽകുന്നത് എന്നാണ് അവരുടെ വിശ്വാസം. ഈ യേശുവാണ് മോക്ഷം നൽകുന്നത് എന്നുള്ള ആ വിശ്വാസം അതേ പ്രകാരം തന്നെയാണ് മുഹമ്മദ് നബിയിലേക്കും ഇന്ന് മുസ്ലിങ്ങളാണെന്ന് പറയുന്നവർ പറയുന്നത്. അവർ പറയുന്ന മുൻജിൽ ഖലാഇഖ് മിൻ ജഹന്നമ ഫീ ഗദി, നാളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുന്ന രക്ഷകനായ മുഹമ്മദ് നബി. അവ ഒരു ഭാഗം ക്രിസ്ത്യാനികൾ യേശുവാണ് രക്ഷകൻ എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബിയാണ് രക്ഷകൻ എന്നാണ് ഈ ആഘോഷത്തിൻ്റെ പുറകെ പോകുന്ന മുസ്ലിങ്ങൾ പറഞ്ഞു നടക്കുന്നത്. മുഹമ്മദ് നബിയാണ് രക്ഷകൻ. പക്ഷേ മുഹമ്മദ് നബി അങ്ങനെ രക്ഷകനാണെന്ന് പഠിപ്പിച്ചിട്ടില്ല. അതാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. ചാണായും മുഴമായും അവർ അനുകരിക്കുന്നു. ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചാൽ അവിടെയും കൂടി ചെല്ലുന്നു. ഇതും കൂടി മോക്ഷനായി മുൻജിൽ ഖലാഇഖ് മിൻ ജഹന്നമ ഫീ ഗദി, നരകത്തിൽ നിന്നാണ് രക്ഷിക്കുന്ന രക്ഷകനായ മുഹമ്മദ് നബി എന്നാണ് നബിനെ പറ്റി പറയാറുള്ളത്. അത് മാത്രമല്ല, ഈ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രബോധനത്തിൽ പറഞ്ഞത് എങ്ങനെയാണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ഓരോ കുടുംബത്തിലേക്ക് വിളിച്ച് പറഞ്ഞു, ആ കുടുംബത്തിൽ നിങ്ങളെ തന്നെ രക്ഷിക്കണം, എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. കൂട്ടത്തിൽ സ്വന്തം മകളെയും വിളിച്ച് പറഞ്ഞു, യാ ഫാത്തിമ അൻഖദി നഫ്സക മിനന്നാർ ലാ ഊനി അൻക മിനല്ലാഹി ഷൈഅ. മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ, നിന്നെ നീ തന്നെ രക്ഷിക്കണം. നിൻ്റെ വിശ്വാസം കൊണ്ട്, നിൻ്റെ കർമ്മം കൊണ്ട് നീ തന്നെ രക്ഷിക്കണം. എനിക്ക് നിന്നെ രക്ഷിക്കാൻ സാധ്യമല്ല എന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളോട് പറഞ്ഞു. ഇങ്ങനത്തെ പ്രവാചകനാണ് ഇപ്പോൾ ലോകത്താകമാൻ രക്ഷിക്കാനുള്ള രക്ഷകൻ എന്ന് ഇവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കടന്നുകൂടിയതാണ്, അനാചാരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരുദ്ദേശങ്ങളും കൂടിയുണ്ട്. ഒന്ന്, നബിക്ക് സാധാരണ കിട്ടിയ നബിൻ്റെ പ്രാധാന്യവും മഹത്വമൊക്കെ ഈ ഖുർആൻ, ആ ഖുർആൻ്റെ അവതരണത്തിൻ്റെ അതിൻ്റെ കാരുണ്യം കൊണ്ടാണല്ലോ. ഖുൽ ബിഫദ്ലില്ലാഹി വറഹ്മത്തിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടും അവൻ്റെ അവതാരത്തിൽ നിങ്ങൾ സന്തോഷിക്കണം. പക്ഷേ ഇതും വെക്കാണ് അത് നബിയുടെ ജന്മം കൊണ്ടാണ്. ബിഫദ്ലില്ലാഹി വറഹ്മത്തിഹി വലിദാലിക ഫല്യഫ്റഹു, അവിടെ അള്ളാഹിൻ്റെ ഫദ്ൽ ഏതാണ് പറഞ്ഞത്? അത് പരിശുദ്ധ ഖുർആനെ പറ്റി അത് തന്നെയാണ് പറഞ്ഞത്. ജാഅത്തുക്കും മൗദത്തും മിൻ റബ്ബിക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ വക്കിൽ നിന്ന് ഇതാ ഒരു സന്ദേശം വന്നിരിക്കുന്നു. ആ ഖുർആൻ ഇറങ്ങിയതാണ്. ആ ഖുർആനെ പറ്റിയാണ് ബിഫദ്ലില്ലാഹി, അള്ളാഹുവിൻ്റെ ഫദ്ൽ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണം. അപ്പോൾ അങ്ങനെ സന്തോഷമാണെങ്കിൽ ഖുർആൻ ഇറങ്ങിയതിനെ പറ്റിയാണല്ലോ പറയേണ്ടത്, നബി ജനിച്ചതിനെ പറ്റിയല്ലല്ലോ. അതും ഇതിലേക്ക് വെക്കുകയാണ്, ഇതിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി. ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞ് ഈ നബിദിനം എന്ന പേരിൽ ആഘോഷം. എന്നിട്ട് ഇനി എവിടെ എത്തിയെന്നറിയാമോ? ക്രിസ്ത്യാനികൾ എന്തൊക്കെ ചെയ്യാൻ തുടങ്ങിയത്? ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് വർണ്ണശബളമായി അവരുടെ ആരാധനാലയങ്ങളെല്ലാം അലങ്കരിച്ച് അതിനെ വെളിച്ചം വെച്ച് മെഴുതിരി കത്തിച്ച് അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങളൊക്കെ ആ നിലയ്ക്ക് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും ആദ്യകാലത്ത് മുസ്ലിങ്ങളിലില്ല. തുടങ്ങിയത് ചെറിയത് തുടങ്ങുന്നത് ഒരു മൗലിദ് എന്ന് പറഞ്ഞിട്ട് കെട്ടുകഥകൾ തുടങ്ങുന്ന ഒരു പദ്യവും ഗദ്യവുമുള്ള ഒരു സംഗതിയാണ് തുടങ്ങുന്നത്. അത് ഇല്ലാത്ത കഥകളാണ് തുടങ്ങുന്ന ഒരു കഥ ഞാൻ പറഞ്ഞാൽ നബിനെ പറ്റി തുടങ്ങിയപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ സൃഷ്ടികളെ പറ്റി പറഞ്ഞപ്പോൾ നബിയെ സൃഷ്ടിച്ച് ആദം നബിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു, എന്നിട്ട് മുഹമ്മദ് എന്ന പേര് വെച്ചിരിക്കുന്നു എന്നാണ്. എന്നിട്ട് ആ ആദം നബി മുഹമ്മദ് നബിയെ കൊണ്ട് ഇടതേടി എന്ന് പറയുന്നു. കാരണം ശിർക്കിലേക്ക് കൊണ്ടുപോകാനാണെന്നത്. ഇന്ന് പണ്ഡിതന്മാർ നമ്മളോട് കാണും ഇതൊക്കെ സുന്നത്താണ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്.
പക്ഷെ അത് അങ്ങനെ തന്നെ അംഗീകരിക്കുന്ന സമൂഹം ജനത. ആ ജനത അത് അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതങ്ങനെ ഒരു ഈ ആഘോഷമായി മാറിയതിൽ ഇതിന് വലിയ കൈയുണ്ട്. ഇത് പൈശാചികമായ പ്രവർത്തനമാണ് അതിൻ്റെ പിന്നിലുള്ളത്. അത് മുസ്ലിങ്ങളെ അവഹേളിക്കാനുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ അതിനിടെ അതൊക്കെ ആണെങ്കിലും അതിൽ നിന്ന് ഇസ്രായേലി റിപ്പോർട്ടുകൾ ഒരുപാട് ഇല്ലാത്തതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞാക്കിയിട്ട് ഒരു റിപ്പോർട്ട് പ്രധാനം എടുത്ത് പറയുമ്പോൾ കഅബുൽ അഹ്ബാർ എന്ന റിപ്പോർട്ടാണ്. അഥവാ കഅബുൽ അഹ്ബാർ എന്നാണ്. അഹ്ബാർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ജൂത പണ്ഡിതനാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ഒന്നും നമ്മൾ അവഹേളിക്കുന്നില്ല, താഴ്ത്തി പറയുന്നില്ല. പക്ഷേ ഇന്ന ആൾക്ക് സ്വഭാവം ഉണ്ടായിരുന്നു. പണ്ട് കേട്ട ജൂത കഥകൾ, ഇസ്രായേലിയ കഥകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ജൂതന്മാരൊക്കെ വിശ്വസിക്കുന്നത് അന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മറക്കാൻ കൊണ്ടുപോയത് ഇസ്ഹാഖ് നബിനെയാണ് എന്നാണ്. പക്ഷെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഇസ്മായിൽ നബിനെയാണ് എന്നാണ്. ഈ കഅബുൽ അഹ്ബാർ അത് പഴയ വിശ്വാസമാണ്. ഇസ്ഹാഖ് നബിനാണ് അങ്ങനെ ബലിയെടുക്കാൻ കൊണ്ടുപോയത് എന്നാണ്. വാസ്തവത്തിൽ ഇസ്മായിൽ നബിനാണല്ലോ ബലിയെടുക്കാൻ കൊണ്ടുപോയത്. അതാണല്ലോ നമുക്ക് മക്കയിൽ വെച്ച് നിന്ന് മിനയിൽ വെച്ച് ബലിയുടെ ഇതൊക്കെ അതിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ റിപ്പോർട്ടർമാരാണ് ഈ മൗലിദിൻ്റെ റിപ്പോർട്ടർമാരിൽ ഉള്ളവരൊക്കെ. അതുകൊണ്ട് ഇതൊരു വ്യാജമായ ആചാരമാണ്. ഇതൊരു തിരിച്ചറിയലിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ സന്ദർഭത്തിൽ ഇത് പെടുത്തിയത്. ഞാൻ തൽക്കാലം അവസാനിപ്പിക്കട്ടെ. ഇനി വിഷയത്തിൽ നിങ്ങൾ കൂടുതൽ ചിന്തിക്കണമെന്നും ഖുർആൻ ഹദീസ് മനസ്സിലാക്കി പ്രവാചകൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് ജീവിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.